എല്ലാവർക്കും അമ്മൂസ് അവിയലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നത് വളരെ രുചികരമായൊരു ചപ്പാത്തി മടക്കം കൊണ്ടാണ്. ഇത് ഞാൻ ഇത്ര നാളും പറഞ്ഞില്ലല്ലോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് നിങ്ങൾ തലയിൽ കൈവച്ചു. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനം കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതുണ്ടാക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ അതാ നിങ്ങൾ ഇതിൽ കണ്ട പോലെ. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. അതിൽ കുറച്ച് കടുകും കറിവേപ്പില വേണമെന്നുള്ളവർക്ക് കറിവേപ്പിലയും പൊട്ടിച്ചിടാം. അത് പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് പൊട്ടിക്കുക. ഇതെല്ലാം പാകമായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി വഴറ്റുക. ഉള്ളി വഴറ്റി പരുവായി വരുമ്പോൾ അതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യുക. എന്നിട്ട് അത് അടച്ചു വയ്ക്കുക. അതിന് ശേഷം ക്യാപ്സിക്കം വഴറ്റി വന്നു കാണുമ്പോൾ അതിൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം. അതായത് പൊടിയായിട്ട് അരിയുകയോ അല്ലെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, ചിരവിയെടുക്കാൻ പറ്റും. ആ പപ്പായ അത് ഇത്തിരി മധുരമുള്ള പപ്പായ വെച്ചാൽ വളരെ നന്നായിരിക്കും. മധുരം തുടങ്ങിയ പപ്പായ ആണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. കുറച്ച് മഞ്ഞ കളർ, അതായത് പഴുക്കാൻ തുടങ്ങുന്ന പപ്പായ ആണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് അത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കുക, നല്ല പോലെ വഴറ്റിയെടുക്കുക. അങ്ങനെ നല്ല പോലെ വഴറ്റി വരുമ്പോൾ നമ്മളതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വിതറുക. പപ്പായയുടെ ഗുണഗണങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നാട്ടിലാണെങ്കിൽ ആർക്കും പപ്പായ ഇഷ്ടമല്ല എന്ന് എനിക്ക് തോന്നുന്നു. പലർക്കും ഇഷ്ടമല്ല. എനിക്കിന്നാൽ വളരെ ഇഷ്ടമുള്ള സാധനമാണ് പപ്പായ. വളരെ ആരോഗ്യത്തിന് വളരെ വളരെ പ്രാധാന്യം ഉള്ള ഒരു ഫലവൃക്ഷമാണ് പപ്പായ. അത് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടാക്കാവുന്നതുമാണ്. അതുകൊണ്ട് പലതര സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പഴുത്തതായാലും പച്ചയായാലും പല വിധത്തിൽ ഉപയോഗിക്കാം. പല ഔഷധ ഗുണങ്ങളും ഉണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാലോ. എന്നിട്ട് നമ്മൾ ഈ പപ്പായ വെന്ത് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് തെളിക്കണം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് നമ്മൾ ഇത് വഴറ്റിയെടുക്കുക, നല്ല പോലെ വഴറ്റിയെടുക്കുക കേട്ടോ. കണ്ടല്ലോ, നല്ല പോലെ വഴറ്റണം. അതായത് ഡ്രൈ ആക്കണ വിധത്തിൽ വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ പിന്നെ എന്താ ഉണ്ടാക്കുകയെന്ന് ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റാണ് ക്യാരറ്റ് ഇടേണ്ടത്. ലേശം മഞ്ഞൾപ്പൊടിയും തൂവി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും തെളിക്കുക. ഉപ്പ് വെള്ളത്തിൽ ഇളക്കി തെളിച്ചാൽ മതി. അപ്പോൾ എല്ലാം ഒരേപോലെ എല്ലാ ഭാഗത്തും പിടിച്ചോളും. എന്നിട്ട് ഇത് നല്ല പോലെ ഇളക്കി ഡ്രൈ ആയ വിധത്തിലെടുക്കുക. അപ്പോൾ നല്ല മെഴുക്ക് വരട്ടി പോലെയായി കിട്ടും. എന്നിട്ട് പിന്നെയാണ് നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടാവണം. ഇതിനിടയിൽ നമ്മൾ ചപ്പാത്തി മാവ് ആദ്യം തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കുഴച്ച് വെച്ചാലും മതി. ഇത്തിരി തണുത്തോണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുക. ചപ്പാത്തി പരത്തിയിട്ട് അത് ചപ്പാത്തി പരത്തി കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ഈ കൂട്ട് വെച്ച് കൊടുക്കുക. അതിന് മുമ്പ് വേണമെന്നുള്ളവർക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കുട്ടികളെ ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടി ചപ്പാത്തി പരത്തിയിട്ട് അതിന്മേൽ കുറച്ച് ടൊമാറ്റോ സോസ് വേണമെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് പരത്തി കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ബട്ടർ പരറ്റാം. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇപ്പോൾ ചപ്പാത്തിയുടെ ഉള്ളിൽ പരത്തി കൊടുക്കാം. ഒരു വശം മാത്രം. ഞാനിപ്പോൾ ടൊമാറ്റോ സോസാണ് പരത്തിയേക്കണേ, കണ്ടില്ലേ. വേണമെന്നുള്ളവർക്ക് അത് ടൊമാറ്റോ പേസ്റ്റിന് പകരം ബട്ടർ പരറ്റി കൊടുക്കാം. ബട്ടർ വെച്ചാൽ ഒന്നും കൂടിയും ഗുണം കൂടും. എന്നിട്ട് ഒരു ലേശം ഈ മസാല എടുത്തിട്ട്, പപ്പായ മസാല എടുത്തിട്ട്, പപ്പായ മിക്സ് എടുത്തിട്ട് ഇതേപോലെ പരത്തുക. പപ്പായയിൽ പച്ചമുളക് വേണമെന്നുള്ളവർക്ക് പച്ചമുളക് ഇടാം. മുളക് പൊടി വേണമെന്നുള്ളവർക്ക് മുളക് പൊടി ഇടാം. അതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇഷ്ടാനുസരണം ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ റോൾ ചെയ്തിട്ട് 2 പുറം ചൂടുള്ള തവയിലിട്ട് 2 പുറം മറിച്ചെടുക്കുക. 2 പുറം വേവിച്ചെടുക്കണം. കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഒന്നുകൂടി സോഫ്റ്റായി കിട്ടും. എന്നിട്ട് നമ്മളത് മുറിച്ചിട്ട്, അത് പല ഷേപ്പിലും മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ രസകരമായിരിക്കും. കുട്ടികൾ കഴിക്കും. ഈ ലോക്ക്ഡൗൺ കാലത്ത് നമുക്ക് പുറത്ത് പോയി പച്ചക്കറി ഒന്നും വാങ്ങണ്ട. വീട്ടുമുറ്റത്ത് പപ്പായ ഉണ്ടെങ്കിൽ അത് വെറുതെ കളയണേക്കാളും നല്ലത് ഇങ്ങനെ പല വിവിധങ്ങളായ കാര്യങ്ങളുണ്ടാക്കി കഴിച്ചു നോക്കുക. ആരോഗ്യത്തിനും നല്ലത്, പോക്കറ്റിനും നല്ലത്. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക. അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക. ഇനി അടുത്ത് കാണുന്നത് വരേക്കും നമസ്കാരം പറയുന്നു.
സസ്നേഹം നിങ്ങളുടെ പത്മിനി കോങ്ങാട്ടിൽ.